ഹായ് ഫ്രണ്ട്സ്, വിവിധതരം ക്രിപ്റ്റോ കറൻസികളെ കുറിച്ചിട്ടുള്ള ക്രിപ്റ്റോ കോയിൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെല്ലാം ഇഷ്ടമുള്ള ബിറ്റ് കോയിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. അതൊന്ന് കേട്ടാലോ. 2009 ബിറ്റ് കോയിൻ ലോഞ്ച് ചെയ്തതെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം അല്ലേ. ഇൻവെസ്റ്റേഴ്സിന് വളരെ ഇഷ്ടമുള്ളൊരു പേരാണ് സത്തോഷി നക്കമോട്ടോ. ഒന്നിൽ കൂടുതൽ ആൾക്കാരോ ബിറ്റ് കോയിൻ്റെ ക്രിയേറ്റേഴ്സായിട്ട് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം 2009 ക്രിയേറ്റ് ചെയ്ത് ന്യൂ ലിബർട്ടി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ചിലാണ് ഫസ്റ്റ് ലിസ്റ്റിംഗ് നടന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ബിറ്റ് കോയിൻ ടോക്ക് ഫോറം എന്നൊരു ഓൺലൈൻ ഇൻ്റർനെറ്റിലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഈ ബിറ്റ് കോയിനെ കുറിച്ചുള്ള ചർച്ചകൾ വരികയും അത് മറ്റുള്ളവർ ഏറ്റെടുക്കുകയും ഒരുപാട് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റിങ്ങിന് പോവുകയും ചെയ്തു. പിന്നീട് ഈ ന്യൂ ലിബർട്ടി എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് പിന്നീട് അത് ഇല്ലാതായി പോവുകയും സത്തോഷി നക്കമോട്ടോ ഈ ഒരു ബിറ്റ് കോയിൻ ടോക്ക് ഫോറത്തിൽ നിന്ന് പിൻവലിയുകയൊക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള അറിവുകളൊന്നുമില്ല. ഏകദേശം ഒരു 10% ബിറ്റ് കോയിൻ റിസർവ് അദ്ദേഹത്തിൻ്റെ പേരിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇൻ്റർനെറ്റിലുള്ള ഡാറ്റയാണ്. ഇത് നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യാം എന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് ഈ ഒരു ബിറ്റ് കോയിനിൽ ഇത്രയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ക്രിപ്റ്റോ കറൻസി നമ്മുടെ ഒരു റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, ട്രസ്റ്റഡ് ആയിട്ടുള്ള ടോക്കൺസ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ക്രിപ്റ്റോ കറൻസിയിൽ 50+% ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് ബിറ്റ് കോയിനിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ള കോയിൻസിനോ ടോക്കൺസിനോ ഈ ഒരു പോപ്പുലാരിറ്റി കിട്ടാത്തത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിലുള്ള കുറവ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, ബിറ്റ് കോയിന് ലിമിറ്റഡ് സപ്ലൈ ആണ്. 21 മില്യൺ സപ്ലൈ ആണ് നിലവിലുള്ളത്. അതിൽ ഒരു 20.06 മില്യൺ ഓൾറെഡി മൈൻഡാണ്. ബാക്കിയുള്ളത് മൈൻ ചെയ്തുകൊണ്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ലിമിറ്റഡ് സപ്ലൈ നമ്മളൊരു ഗോൾഡ് പോലത്തെ ഒരു വാല്യൂ ബിറ്റ് കോയിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. അതിന് മുന്നേ തന്നെ ഇത് നിലവിലുള്ള ക്രിപ്റ്റോ കറൻസികളിൽ ഏറ്റവും കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള ഒന്നാണ്. അതായത് വളരെ കോംപ്ലക്സ് ആണ്, അതിന് വലിയൊരു കമ്മ്യൂണിറ്റി നിയന്ത്രിക്കുന്നുണ്ട്. ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റാണ് BTC എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളുള്ളത് കൊണ്ട് ആണ് വലിയ കമ്പനികളെല്ലാം ബിറ്റ് കോയിനിൽ അട്രാക്റ്റീവ് ആവുന്നതിൻ്റെ ഒരു കാരണം.